എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീത. ജീസ് പാഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയേറെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചിക്കൻ പ്രിപ്പറേഷനാണ് ബട്ടർ ചിക്കൻ. 100-ൽ പരം റെസിപ്പികൾ ബട്ടർ ചിക്കനായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ള യാതൊരു സ്റ്റെപ്പുകളും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റിൽ യാതൊരു കുറവും ഇല്ലാതെ എങ്ങനെ ബട്ടർ ചിക്കൻ തയ്യാറാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിമ്പിൾ ആൻഡ് ഈസി ബട്ടർ ചിക്കൻ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ബട്ടർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന്. ബട്ടർ ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ, മുളക് പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജിഞ്ചർ പേസ്റ്റ് 2 ടീസ്പൂൺ, ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, കസൂരി മേത്തി 3 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, തക്കാളി അരിഞ്ഞത് 2, ഉള്ളി അരിഞ്ഞത് 1, ബട്ടർ 3 ടേബിൾ സ്പൂൺ, ഫ്രഷ് ക്രീം 150 ml, പഞ്ചസാര അല്ലെങ്കിൽ തേൻ 1 ടീസ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1 പിടി കശുവണ്ടി. ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. അതിനായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങാനീര്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടർ ഉരുകി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എടുത്ത് ഇതിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. വറുക്കേണ്ട ആവശ്യമില്ല. 4-5 മിനിറ്റോ ഈ എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്താൽ മതി. ബോണുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് 4-5 മിനിറ്റ് എടുക്കുന്നത്. ബോൺലെസ് ആണെങ്കിൽ അതിലും കുറച്ച് മതി. ഒരു 3-4 മിനിറ്റ് ഇട്ടാലും മതി. കൂടുതൽ വെന്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ പിന്നീട് ഒരു പ്രാവശ്യം കൂടി വേവിക്കുന്നുണ്ട്. അതുകൊണ്ട് എണ്ണയിലിടുമ്പോൾ അത് കൂടുതൽ ഫുള്ളായിട്ട് വേകേണ്ട ആവശ്യം ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് ഒരുവിധമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഫുള്ളായിട്ടും വെന്തിട്ടില്ല, പക്ഷേ നമുക്ക് ഇത്രയും വെന്താൽ മതി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. സോട്ട് ചെയ്ത ചിക്കൻ മുഴുവനും ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കാൻ പോവാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് ബട്ടർ ഉരുകിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള ഇതിലേക്ക് ഇടുക. സവാള ഇതിലിട്ട് നന്നായിട്ട് വഴറ്റുക. മീഡിയം ഹീറ്റിലിട്ട് വഴറ്റിയാൽ മതി. സവാള വഴന്നു തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക. എന്നിട്ട് അതൊന്നുകൂടെ ഇളക്കി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മിക്സിലേക്ക് കശുവണ്ടിയും കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റുക. കശുവണ്ടി, ഉള്ളി എല്ലാം കൂടെ ചേർന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുകയാണ്. ജീരകപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കും. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തീ വീണ്ടും കുറച്ച് വയ്ക്കാം, പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. 3 ടീസ്പൂൺ കസൂരി മേത്തിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്തു. 1 ടീസ്പൂൺ ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. 2 ടീസ്പൂൺ മാത്രമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കുകയാണ്. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഈ കസൂരി മേത്തി ബട്ടർ ചിക്കൻ്റെ ആ ഒരു സ്പെസിഫിക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്
ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് കസൂരി മേത്തി ഒരിക്കലും മിസ് ചെയ്യരുത്, അത് അത്യാവശ്യമാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഈ മിക്സ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ തക്കാളി എല്ലാം വെന്തിട്ടുണ്ട്. ഉള്ളി നമ്മൾ നേരത്തെ തന്നെ വഴറ്റിയതാണ്. ഇപ്പോൾ തക്കാളിയും കൂടെ നന്നായിട്ട് എല്ലാം ചേർന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ പോകണം. നന്നായിട്ട് അരക്കണം. എത്ര നന്നായി ഫൈൻ പേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. നന്നായിട്ട് പേസ്റ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം ചേർക്കാം വേണമെങ്കിൽ. ഈ മിക്സ് ഞാൻ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. മിക്സ് അരച്ച് വെച്ചതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്തു. ഈ സമയം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ചെറിയ തീയിൽ ഈ ബട്ടർ ഉരുക്കിയെടുക്കണം. ബട്ടർ വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വളരെ ചെറിയ തീയിലിട്ട് മാത്രമേ ഉരുക്കിയെടുക്കാൻ പാടുള്ളൂ. ഈ ഉരുക്കിയ ബട്ടറിലേക്ക് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച പേസ്റ്റ്, ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ചേർത്ത് അരച്ച് നന്നായിട്ട് നല്ല ഫൈനാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ചേർക്കണം. ഈ പേസ്റ്റ് മുഴുവനായിട്ട് പാനിലേക്ക് ഇട്ടു. ഇനി ഈ ബട്ടറിലിട്ടതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് നേരം ബട്ടറിൽ ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ളതാണ്. തക്കാളിയും ഉള്ളിയും കാഷ്നട്ട്സും എല്ലാം നമ്മൾ നേരത്തെ തന്നെ വഴറ്റി വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഈ ബട്ടറുമായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബട്ടറായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിന് ഒരുപാട് തിക്കാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർക്കാണ്. വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഗ്രേവി കുറച്ച് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇടുക. ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് അത് വീണ്ടും മിക്സ് ചെയ്യുക. ചിക്കൻ്റെ പീസസ് ഈ ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ 1 ടീസ്പൂൺ തേൻ ചേർക്കുക. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനി നമുക്ക് അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് കൂടി വേവിക്കുക. ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. ഒരുപാട് നേരം വേവിക്കരുത്. ചിക്കൻ്റെ ഫ്ലഷ് ഭയങ്കര ഹാർഡായി പോവും. ഇത്രയും വേകലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ ഇത്രയും കൂടി വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലും കുറച്ച് സമയം മതി. ഇനി ഇതിലേക്ക് ക്രീം ചേർക്കുകയാണ്. 150 ml ഫ്രഷ് ക്രീമാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ക്രീം ഒഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ്. ആദ്യം ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിലിപ്പോൾ കാഷ്നട്ട്സ്, ക്രീം ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല തിക്ക് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. നല്ല സൂപ്പർ ടേസ്റ്റുമാണിതിന്. അതിൻ്റെ കൂടെ ബട്ടറിൻ്റെ ഒരു ഫ്ലേവറും കൂടി വന്നപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയില്ല. ആ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബാക്കി വെച്ചിരിക്കുന്ന കസൂരി മേത്തി, 1 ടീസ്പൂൺ കസൂരി മേത്തിയുണ്ട്. അത് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് തിരുമുക. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്ന് പുറത്തേക്ക് വരിക. ഫ്രാഗ്രൻസ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് കയ്യിലെടുത്ത് നന്നായി തിരുമിയതിന് ശേഷം കറിയുടെ നന്നായിട്ട് വിതറി കൊടുക്കുക. ഈ സമയത്ത് മല്ലിയില താല്പര്യമുള്ളവർക്ക് മല്ലിയിലയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കാവുന്നതാണ്. ഈ ഫ്ലേവർ ഒന്നും ഒട്ടും പുറത്തു പോകാതെ നല്ല കറിയുമായിട്ട് നന്നായിട്ട് യോജിക്കാൻ വേണ്ടി ഇതൊരു അല്പനേരം അടച്ചു വയ്ക്കുക. ഇതിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി അതിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ബട്ടർ ചിക്കൻ റെഡി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.